മുംബൈ ഇന്ത്യൻസ് ആകട്ടെ തിലക് വർമ്മ, ദീപക് ചഹർ എന്നിവരുൾപ്പെടെ 6 താരങ്ങളെ ടീമിൽ നിന്നും പുറത്താക്കാൻ ഒരുങ്ങുകയാണ്. IPLിലെ ഏറ്റവും വിജയകരമായ ടീമുകളിൽ ഒന്ന് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. അതിൽ യാതൊരു സംശയവുമില്ല. ക്വാളിഫയർ 2-ൽ പഞ്ചാബിനോട് പരാജയപ്പെട്ട് മുംബൈ പുറത്തായിരുന്നു. ആദ്യത്തെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്തായിരുന്ന മുംബൈ പിന്നീട് വൻ കുതിപ്പാണ് നടത്തിയത്. ബാക്കിൽ നിന്നും പൊരുതി വന്നാണ് പ്ലേ ഓഫിലേക്ക് അവർ യോഗ്യത നേടിയത്. ഇനി അടുത്ത വർഷത്തേക്ക് ടീമിനെ ഒരുക്കുകയാണ് മുംബൈ ചെയ്യുന്നത്. അതിനുവേണ്ടി നിരവധി കളിക്കാരെ അവരുടെ ടീമിൽ നിന്നും പുറത്താക്കാൻ ഒരുങ്ങുകയാണ്. മുംബൈ ഇന്ത്യൻസ് ആകട്ടെ ഏതൊക്കെ കളിക്കാരെയാണ് ടീമിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നാണ് നോക്കുന്നത്. 1ാം സ്ഥാനത്തുള്ളത് ദീപക് ചഹാറാണ്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളറായ ദീപക് ചഹാറിനെ 9.25 കോടി രൂപക്കാണ് മുംബൈ ഇന്ത്യൻസ് വാങ്ങിയത്. എന്നാൽ ടൂർണമെന്റിന്റെ മധ്യത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതിനാൽ ടീമിന്റെ കോമ്പിനേഷൻ തകർന്നു. മാത്രമല്ല ഈ വർഷം പ്രതീക്ഷിച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തെ പുറത്താക്കാൻ സാധ്യത കൂടുതലാണ്. അദ്ദേഹത്തെ വിട്ടയച്ചാൽ ടീമിന് നല്ലൊരു തുക മിച്ചം വെക്കാനും സാധിക്കും. രണ്ടാമതുള്ളത് തിലക് വർമ്മയാണ്. ടീം ഇന്ത്യയുടെ യുവ ബാറ്റ്സ്മാനാണ് തിലക് വർമ്മ. ഇത്തവണ അദ്ദേഹത്തെ മുംബൈ നിലനിർത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം മികച്ച പ്രകടനമാണ് തിലക് വർമ്മ കാഴ്ചവെച്ചത്. ടീമിന്റെ ഭാവി കണക്കിലെടുത്താണ് അദ്ദേഹത്തെ അവർ നിലനിർത്തിയതും. എന്നാൽ ഇത്തവണ അദ്ദേഹം ഒരു പരാജയമാണെന്നാണ് തെളിഞ്ഞത്. ചില മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് ടീമിന് വലിയ ഗുണമൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. മൂന്നാമതുള്ളത് റീസ് ടോപ്ലിയാണ്. ഇംഗ്ലണ്ടിന്റെ ഫാസ്റ്റ് ബോളറാണ് റീസ് ടോപ്ലി. മുംബൈ അദ്ദേഹത്തെ ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ട്. അനുഭവ പരിചയം കാരണം റീസ് ടോപ്ലിയെ ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും പഞ്ചാബിനെതിരായ ക്വാളിഫയർ മത്സരത്തിൽ അദ്ദേഹം വളരെ മോശമായിട്ടാണ് പന്തെറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓവർ മത്സരം മാറ്റിമറിക്കുകയാണ് ശരിക്കും ചെയ്തത്. അദ്ദേഹത്തിന് മത്സരത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മത്സരം മാത്രമേ അദ്ദേഹം കളിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട്. അടുത്തത് കരൺ ശർമ്മയാണ്. ഇന്ത്യൻ ബൗളർ കരൺ ശർമ്മയെയും ഈ വർഷം മുംബൈ ടീമിൽ നിന്ന് ഒഴിവാക്കൂ. പല മത്സരങ്ങളിലും കരൺ ശർമ്മയ്ക്ക് അവസരം ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആ രീതിയിൽ കളിക്കാൻ കഴിഞ്ഞില്ല. കരൺ ശർമ്മയെ മുംബൈ സ്പിൻ ഓപ്ഷനായിട്ടാണ് ടീമിലെടുത്തത്. പക്ഷേ മിച്ചൽ സാറ്റ്നർ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ അദ്ദേഹത്തിന് ടീമിൽ അവസരം ലഭിച്ചില്ല. അടുത്തത് ബെവൻ ജേക്കബ്സ് ആണ്. ന്യൂസിലൻഡ് കളിക്കാരനായ ബെവൻ ജേക്കബ്സിന് മുംബൈ ഇന്ത്യൻസ് അവസരം നൽകിയില്ല. ബെവൻ ജേക്കബ്സിനെ ഒരു യുവ കളിക്കാരനായിട്ടാണ് ടീമിലേക്ക് കൊണ്ടുവന്നത്. ടീമിൽ അവസരം നൽകിയില്ലെങ്കിലും കുറച്ച് പണം കൂടി ചേർത്ത് അടുത്ത വർഷം നല്ലൊരു കളിക്കാരനെ ടീമിലേക്ക് എത്തിക്കാനാകും മുംബൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യാനാകും കൂടുതൽ സാധ്യത. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.